നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നിങ്ങൾക്കൊരാളെ ഇഷ്ടമാണ്, അയാൾക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇതുവരെ ആ പേഴ്സൺ നിങ്ങളോട് ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ആദ്യം നോക്കുന്നത് അവരുടെ ഓവറോൾ എനർജി, പിന്നെ അവരുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അതിനുശേഷം അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അത് കഴിഞ്ഞിട്ട് ഫൈനലി നമുക്കൊരു ഗൈഡൻസ് കൂടെ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ആദ്യം ഓറക്കിൾ മെസ്സേജസ് നോക്കും. അത് സ്ഥിരമുള്ളതാണ്, അത് പറയാത്ത കാര്യമില്ല. അപ്പോൾ ഞാൻ 3 കളേഴ്സ് എടുത്തേക്കുന്നത്: ഗ്രീൻ, ബ്ലാക്ക്, ബ്ലൂ. ഗ്രീൻ, ബ്ലാക്ക്, ബ്ലൂ. ഇതിലേത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇത് ഞാൻ എൻ്റെ റീഡിങ് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസണേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ റെസണേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ല, എന്നാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നതും എനിക്ക് എൻ്റെ വീഡിയോസിന് സബ്സ്ക്രിപ്ഷൻ നൽകുന്നവർക്കും എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. പലരും എൻ്റെ വീഡിയോസ് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. അതിനൊക്കെ വളരെ വളരെ നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ സ്ഥിരമായിട്ട് വായിക്കുന്ന ആളാണ്. കമൻസിൽ റെസ്പോൺസ് വേണം. പേഴ്സണലായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്, അതല്ലാത്ത കാര്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാറില്ല. ജനറൽ പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്യാറ്. പക്ഷേ ഞാൻ അതിനകത്ത് നിങ്ങളുടെ ഓരോ കമൻസും ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമൻസ് ഇടുന്നതിന്, അതിന് സമയം കണ്ടെത്തുന്നതിനും, എൻ്റെ വീഡിയോ കാണാൻ സമയം കണ്ടെത്തുന്നതിനും, അതിന് അത്രയും ശ്രദ്ധയോടെയാണ് നിങ്ങൾ ഓരോ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കമൻസിൽ നിന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ എത്ര ശ്രദ്ധയോടെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെന്ന്. അപ്പോൾ അതിനൊക്കെ വളരെ നന്ദിയുണ്ട്. നിങ്ങളെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ അതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നത്, അതിനും വളരെ നന്ദിയുണ്ട്. പിന്നെ ഇതിൽ എൻ്റെ കഴിവൊന്നുമില്ല. കാർഡ്സ് കാണുമ്പോൾ ഓരോന്നിലും മീൻസ് ഓരോ കാർഡ്സിനും ഓരോ മീനിങ് ഉണ്ട്. പക്ഷെ ചില സമയത്ത് ആ കാർഡ് തന്നെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ വേറെ മീനിങ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്ത് മെസ്സേജാണ് കിട്ടുന്നത്, അതാണ് ഞാൻ പറയുന്നത്. അത് ദൈവാനുഗ്രഹമാണ്. എൻ്റെ ഇതിനകത്ത് കഴിവൊന്നുമില്ല കേട്ടോ. ഞാനിത് വായിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കളർ എടുക്കാം. ഗ്രീൻ സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് എടുക്കാം. ഗ്രീൻ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്. കയ്യിൽ നിൽക്കേണ്ട കാർഡ് വീഴണേ. ഓക്കെ, മൂന്ന് കാർഡ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എംബ്രേസ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക്, സീക്ക് സൊല്യൂഷൻസ് നോട്ട് പ്രോബ്ലംസ്. അപ്പോൾ എല്ലാ കാര്യവും നമ്മൾ ഒരു പോസിറ്റീവായിട്ട് കാണണം. പ്രശ്നങ്ങളുണ്ട്, ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എല്ലാം ഒരു ദുഃഖം, അതെപ്പോഴും ആ ദുഃഖമായിട്ട് നിൽക്കില്ല, അത് മാറി സന്തോഷം വരും. അപ്പോൾ യൂണിവേഴ്സ് ശിവഭഗവാന്റെ കാർഡ് എടുത്തപ്പോൾ കാണിക്കുന്നത്, നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള എല്ലാത്തിനെയും കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ പ്രോബ്ലംസിനെ കുറിച്ച് ആലോചിച്ച് തലപുണ്ണാക്കാതെ ഇത് എങ്ങനെ നമ്മൾക്ക് തരണം ചെയ്യാം, ഇതിൻ്റെ ഉള്ള സൊല്യൂഷൻ എന്താണ്, അതിനെക്കുറിച്ച് ഓർത്താണ് നിങ്ങൾ തലപുണ്ണാക്കേണ്ടത്. അല്ലാതെ അതിനെക്കുറിച്ച് പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കും. ഒരു പ്രോബ്ലമും ഇല്ലാത്തൊരു ജീവിതം ഉണ്ടാവില്ല. എല്ലാവർക്കും എന്തെങ്കിലും ചെറുതോ വലുതോ, നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുന്നു, മറ്റുള്ളവർക്ക് ചെറുതായിരിക്കാം. എല്ലാവരുടെ പ്രോബ്ലംസും അവർക്ക് വലുതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എല്ലാവരുടെ ലൈഫിലും പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ ഒരാൾ മാത്രമല്ല പ്രോബ്ലത്തെ കൂടി പോകുന്നത് കേട്ടോ. അപ്പോൾ പക്ഷേ നമ്മൾ പ്രോബ്ലത്തിൽ കിടന്ന് ബുദ്ധിമുട്ടി സങ്കടപ്പെട്ടിരിക്കാതെ ഇതെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഗോഡസ് സതി, ഇമോഷണൽ കൺട്രോൾ. അപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും, അപ്പോൾ പ്രോബ്ലംസ് ഉണ്ട് ഇവിടുത്തെ ആളുകൾക്ക് കേട്ടോ, പക്ഷെ അതിന് സൊല്യൂഷനും ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഗ്രീൻ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഇമോഷണൽ കൺട്രോൾ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും നമ്മൾ കൺട്രോൾ വെക്കുക.
എന്താ ആവശ്യമില്ലാതെ പൊട്ടിത്തെറിക്കുകയോ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുകയോ, അതുപോലെ ചിലർക്ക് ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ വലിച്ചെറിയും, പൊട്ടിക്കും, ചിലർ മറ്റുള്ളവരെ ഉപദ്രവിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പാടില്ല. കൺട്രോൾ. ചിലർ ഭയങ്കരമായിട്ടുള്ള ചീത്ത പറയും, പലരും പലതരത്തിലാണ് പ്രതികരിക്കുക. അപ്പോൾ ഇമോഷണൽ കൺട്രോൾ വെക്കണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് ക്രോസ് റോഡ്. നിങ്ങളൊരു വഴിത്തിരിവിലാണ്, അതുകൊണ്ടാണ് ഇവിടെ നിന്നാണ് നിങ്ങളുടെ ജീവിതം തുടങ്ങാൻ പോകുന്നത്. ഇത് പ്രശ്നങ്ങളാണ്. നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തി കഴിയുമ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് നടക്കും. അപ്പോൾ അത് എന്താ, ചൂസ് ദ റൈറ്റ് പാത്ത്. അപ്പോൾ നമ്മൾ ശരിയായ വഴി തിരഞ്ഞെടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം നമ്മൾക്ക് വേണം, ഇല്ലേ? അപ്പോൾ ആ ഒരു ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കൂടാതെ സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള വഴിയും നോക്കുക. ദൈവം കാണിച്ചു തരും വഴി, കേട്ടോ. അപ്പോൾ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഇനി ഞാൻ ജിപ്സി ഓറക്കിൾസ് ആണ് നോക്കുന്നത്. ജിപ്സി ഓറക്കിൾസ് എന്താണ് ഓറക്കിൾ മെസ്സേജ്? ഗ്രീൻ സെലക്ട് ചെയ്യുന്നത്. ഇതിന് ഞാൻ ദൈവത്തിനെ തന്നെ വിളിക്കാറ് കേട്ടോ. ഇത് ജിപ്സീസിൻ്റെ കാർഡാണ്. അപ്പോൾ പലതരം പിക്ചേഴ്സാണ് ഇതിൽ വരിക. അപ്പം ഇംഗ്ലീഷാണ് കംപ്ലീറ്റ് വേർഡ്സ്. ചില വേർഡ്സൊക്കെ കാണുമ്പോൾ കണ്ണു തള്ളും, അത്ര സ്ട്രോങ് ആയ വേർഡ്സാണ്. അപ്പോൾ ഡിക്ഷണറി തപ്പേണ്ടി വരും. എന്നാലും ഞാൻ ഡിക്ഷണറി തപ്പി വെച്ചിട്ടുണ്ട് കാർഡ്സിൻ്റെ അർത്ഥങ്ങൾ. അത് ചില സമയത്ത് ഒരു കൺഫ്യൂഷൻ വരും, കാർഡ്സ് വീഴുന്നില്ല ഭഗവാനെ. ലോയൽറ്റി അല്ല, ഫോൾസ്നെസ്. ഞാനിത് ഡോഗാണ്, ക്യാറ്റാണ്. എന്തുകൊണ്ടാണ് പൂച്ചയെ കാണിച്ചിട്ട് ഫോൾസ്നെസ് എന്ന് പറയുന്നത് എന്നെനിക്കറിയില്ല. പൂച്ചകൾ സ്വാർത്ഥരാണെന്ന് നമുക്കൊരു ചിന്തയുള്ളത് കൊണ്ടാണോ? അപ്പോൾ ഇവിടെ ഒരു പ്രിറ്റൻഷൻ നടത്തുന്ന ഒരാൾ എന്ന് വെച്ചാൽ പൂച്ചകളെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും, പക്ഷെ ഉള്ളിൽ ശരിയല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അറിയില്ല എന്താണ്. ഓക്കെ, അപ്പോൾ ആരോ നിങ്ങളുടെ അടുത്തുണ്ട്, ഒരു പ്രിറ്റൻഡ് ചെയ്യുന്ന ആൾ, ശരിക്കും ഒരു നാച്ചുറൽ അല്ല. ഇത് നിങ്ങളാണോ നിങ്ങളുടെ പേഴ്സൺ ആണോ അറിയില്ല. എന്തായാലും നമുക്ക് ഓറക്കിൾ മെസ്സേജിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എന്താ പറയുക ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഗ്രീൻ സെലക്ട് ചെയ്തവരുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? മഴ പെയ്യുന്നുണ്ട്, അപ്പം അതിൻ്റെ എരമ്പൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ എനിക്ക് മഴയുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിലിടയ്ക്ക് കാറിൻ്റെ മോളൊക്കെ ഉണ്ടാവും. എനിക്കൊരു ഓവറോൾ എനർജി തരണം. ഗ്രീൻ്റെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി എന്താണ്? എനിക്ക് ഒരു കാർഡ് ഓക്കെ. ഹൈ പ്രീസ്റ്റസ്. ഇത് നല്ല അറിവുള്ള ആളായിരിക്കാം, നല്ലോണം ചിലപ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ, ഹൈ പൊസിഷനിലിരിക്കുന്ന ഒരാൾ, ഓക്കെ. അല്ലെങ്കിൽ ഒരു ഫിലോസഫി പറയുന്ന ഒരാൾ, ജീവിത വീക്ഷണങ്ങളുള്ള ആൾ, ജീവിതത്തെക്കുറിച്ച് വളരെയധികം പഠിച്ചിട്ടുള്ള ഒരാൾ. പക്ഷേ ഇവിടെ നമ്മൾക്ക് അറിവുണ്ടെന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഇപ്പം ഭൂമിയെക്കുറിച്ച് ഇവർ ടെലസ്കോപ്പൊക്കെ വെച്ചിട്ട് ആകെ എത്രയോ 5% എന്തോ, ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പോൾ ഒരു 5% എന്തോ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും വളരെ വർഷങ്ങൾ, കോടി വർഷങ്ങൾ അകലെയുള്ള ഗാലക്സിയെ കുറിച്ചൊക്കെ ഇവർ പറയുന്നുണ്ട്. ടെലസ്കോപ്പിൽ കാണുന്നത്, സാറ്റലൈറ്റ്സ് കാണിക്കുന്നത്, എന്തൊക്കെയോ. അപ്പോൾ പക്ഷേ അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭൂമിയെക്കുറിച്ച് മാത്രം അറിയുന്നവർക്ക് നമ്മൾ ഭൂമിയാണ് ഏറ്റവും വലിയ സാധനം, ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ് ഏറ്റവും ശക്തിയുള്ള ജീവി, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് അജ്ഞാനമാണുള്ളത്. മനസ്സിലാവുണ്ടോ? നമ്മൾ ഇത്രയും വല്ല നമ്മൾ ആ ഏർത്തിനെ നമ്മൾ മറ്റ് പ്ലാനറ്റ്സിൻ്റെ അടുത്ത് നിന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ അയ്യോ ഇത്രയേ ഉള്ളൂ, ഇത്രയും ചെറിയൊരു സാധനത്തിനകത്ത് ഇത്രയും മൈന്യൂട്ടായ ഞാൻ. അപ്പോൾ നമുക്ക് എളിമ വരും. അത് ജ്ഞാനം, നമുക്ക് അറിവ്, നമുക്ക് എളിമ ഉണ്ടാക്കും. ദൈവമേ, ഞാൻ എന്തൊക്കെയാണ് വിചാരിച്ച് വെച്ചിരുന്നത്, ഞാൻ ഒന്നും അല്ലല്ലോ എന്നൊരു തോന്നൽ വരുമ്പോൾ നമുക്ക് എളിമയുണ്ടാവും. പക്ഷേ ഈ അറിവില്ലാതെ ഇരിക്കുമ്പോൾ ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ വല്ല പ്ലാനറ്റും വന്ന് ഇടിച്ചാലോ, മറ്റ് നാളെ എന്താവും, കാർ ആക്സിഡൻ്റ് ആയാലോ, ഞാൻ വണ്ടി കൊണ്ടുപോകാം, അത് ഇൻസെക്യൂരിറ്റിയാണ്. കാരണം നമുക്ക് അറിയില്ല നാളെ എന്താ നടക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ച് ഓർത്ത് ബേജാറാവുന്നതാണ്. അപ്പോൾ ഇൻസെക്യൂരിറ്റി, ഒരാൾ ഇൻസെക്യൂർ ആവാം, ഒരാൾ ജ്ഞാനം കൊണ്ട് എളിമയുള്ള ഒരാളാവാം.
നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങളുടെ പേഴ്സണെ. ഇത് ഹൈ പ്രീസ്റ്റസ് ആണ്. കുറച്ച് മിസ്റ്ററി ഉള്ള ഒരാളാണ്. അല്ലെങ്കിൽ ആരെയോ ഈ പേഴ്സൺ മിസ്റ്ററി ആണല്ലോ എന്നൊരു ചിന്ത. ഇത് ജ്ഞാനം ആഗ്രഹിക്കുന്ന ഒരാളാണോ, ജ്ഞാനം അന്വേഷിച്ച് നടക്കുന്ന, ചിലർ പറയില്ലേ ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എന്തിനു വന്നു, എൻ്റെ ഉദ്ദേശം എന്താണ്, ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ചിലരുണ്ടാവും. ക്ലാരിഫൈ ചെയ്യുമ്പോൾ ജസ്റ്റിസും 2 ഓഫ് കപ്സുമാണ്. അപ്പോൾ ഈ പേഴ്സൺ കൂടുതൽ ആരെയോ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ആ പേഴ്സൺ ഒരു സ്നേഹമുണ്ട്. 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ആ പേഴ്സൻ്റെ അതേ വ്യൂ പോയിന്റ് ഉള്ള വേറെ ആള്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഹിന്ദുക്കളാണ് പുനർജന്മങ്ങളിൽ വിശ്വസിക്കുന്നത്. മറ്റ് മതങ്ങളിലുള്ളവർക്ക് പുനർജന്മം അധികം വിശ്വാസമില്ല. ഇതിപ്പോൾ ടാറോ വന്നപ്പോഴാണ് ട്വിൻ ഫ്ലെയിം കണക്ഷനും സോൾമേറ്റ് കണക്ഷനൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയത്. അത് ഫോറിനേഴ്സും പറയുന്നുണ്ട്. പക്ഷെ അവർക്കതിൽ വിശ്വാസമുണ്ടോ, അവരെന്തുദ്ദേശിച്ചിട്ടാണ് പറയുന്നത്, ഇതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇവിടെ എന്തോ ഈ ഒരു ഭയങ്കരമായിട്ട് അഗാധമായ പ്രണയം ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഒരാൾ ചിലപ്പോൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും, ഒരു ഡിവോഴ്സ് നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ ന്യായമല്ലാത്ത ഒരു കാര്യം ഈ പേഴ്സണോട് ചെയ്തു എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം ഈ പേഴ്സൺ. എന്തുകൊണ്ട് ഇങ്ങനെ, ഞാനിങ്ങനെ ഇത്രയും വിശ്വസിച്ച ഒരാൾ എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി, എന്നെ എന്തുകൊണ്ട് വേദനിപ്പിച്ചു, ഈ ഒരു അന്വേഷണത്തിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അതാണ് പേഴ്സൻ്റെ ഓവറോൾ എനർജി. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ഫോൾസ്നെസ് പറഞ്ഞത്, ഒരു പ്രിറ്റൻഡർ എന്ന് വെച്ചാൽ ഞാൻ ആരാന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ മറ്റുള്ളവരത് കാണിക്കുന്നില്ല, ഞാൻ പ്രിറ്റൻഡ് ചെയ്യാണ്, ഞാൻ വേറൊരാളാണെന്ന് പ്രിറ്റൻഡ് ചെയ്യുന്ന പോലെ. നമ്മുടെ റിലേഷൻഷിപ്പിൽ മെജോറിറ്റി അങ്ങനെ ആയിരിക്കും, പക്ഷെ ചതി വരുമ്പോഴാണ് അത് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അപ്പോൾ ഈ പേഴ്സൺ ഓൾറെഡി ഒരു അനുഭവമുണ്ട്. ഇത് നിങ്ങൾ ആണോ? നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നോക്കാം. പേഴ്സൺ ഓൾറെഡി ഒരു പ്രശ്നമുണ്ട് ലൈഫിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നോക്കാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് എന്താണ്? പേഴ്സൺ സാഡാണ്, ഭയങ്കര സങ്കടത്തിലാണ്, അങ്ങനെ ഹാപ്പിനെസ് ഒന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും ഇവിടെ ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്, ഒരു ക്വീൻ ഓഫ് കപ്സും ഉണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ പൈസയുടെ പുറകെ ഓടുന്ന ആളാണ്. എല്ലാം പണമാണ്, പണം കൊടുത്ത് എന്തും വാങ്ങിക്കാമെന്ന് വിശ്വസിക്കുന്ന, പണത്തിന് വേണ്ടി നടക്കുന്ന ഒരാളാണ്. പണം എങ്ങനെ ഉണ്ടാക്കണം എന്നറിയുന്ന ഒരാളാണ്. ചില സമയത്ത് കുറച്ചൊരു പിശുക്കുണ്ടാവാം, പക്ഷെ എന്നാലും ലക്ഷറി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവാണ്. ഞാൻ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ അഗാധമായി സ്നേഹിക്കുന്നു. പക്ഷെ ഇവരുടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ സ്നേഹിക്കുമ്പോൾ അവർ തന്നെ അങ്ങ് വിശ്വസിക്കും ഞാൻ സ്നേഹിക്കുന്ന ആൾ എന്നെയും ഇതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ അത്ര കഴിവില്ലാത്ത ആളുകളാണ് ഈ ക്വീൻ ഓഫ് കപ്സ് ആയിട്ട് വരിക. മനസ്സിലായോ? ഭയങ്കര ഇമോഷണലായ ആളുകളാണ്. സ്നേഹം ഒന്നും അറിയാതെ കംപ്ലീറ്റ് സ്നേഹവും നമ്മളെ തന്നെ അടിയറ വയ്ക്കുന്ന എനർജിയാണ് ഈ ക്വീൻ ഓഫ് കപ്സ്. മിക്ക സമയത്ത് ഇവർക്ക് അടി കിട്ടാറുണ്ട് ഈ സ്വഭാവം കൊണ്ട്. ടെമ്പറൻസ് റിവേഴ്സ് വന്നേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടെമ്പറൻസ്, അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ വെള്ളമടിക്കുന്നുണ്ടാവാം, ഈ ഒരു ഇമോഷണൽ ടെൻഷൻ ഉണ്ട് ഈ പേഴ്സൺ, അപ്പോൾ ഒരു ബാലൻസ് ഇല്ല ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പറൻസ് പറഞ്ഞാൽ എല്ലാം ലിമിറ്റിനുള്ളിൽ നിന്നാണ് അർത്ഥം. അപ്പോൾ ഓവറായി കഴിയുമ്പോൾ എല്ലാം വിഷമായിട്ട് മാറും, ഇല്ലേ? ഈ ഡയബറ്റിക് ആവുന്ന എങ്ങനെ, നമ്മൾ ഷുഗർ ഓവറായിട്ട് കഴിക്കുമ്പോൾ, ഓവറായിട്ട് ചൂടാകുമ്പോൾ, ബ്ലഡ് ചൂടാകുമ്പോൾ ബ്ലഡിൽ എന്തോ ഈ നമുക്ക് ദേഷ്യം വരുമ്പോൾ ബ്ലഡിൽ എന്തോ സാധനം കൂടുതലാവും, അപ്പോഴാണ് നമുക്ക് BP ഒക്കെ വരുന്നതും സ്ട്രോക്ക് വരുന്നതൊക്കെ. അപ്പോൾ എല്ലാം എക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടുന്ന സിറ്റുവേഷൻ. അപ്പോൾ എക്സസ് ആണ് ഈ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ എല്ലാം വെള്ളോടി എക്സസ് ആണ്, ഒരു ബാലൻസ് ഇല്ല, ഒരു തോന്നിയ പോലെയുള്ള ഒരു ജീവിതമാണ് പേഴ്സൻ്റെ ഇപ്പോൾ നടക്കുന്നത്. 3 എന്ന് പറഞ്ഞാൽ സാഡ്നെസ് ആണ്, ഭയങ്കര സങ്കടമാണ്. അപ്പോൾ എപ്പോഴും ഒരു മൂടിയായിട്ട് നടക്കുക എന്ന് വെച്ചാൽ എപ്പോഴും ഈ തലയിൽ താഴ്ത്തി എന്തെങ്കിലുമൊക്കെ ആലോചനയിലിരിക്കുക. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പേഴ്സണൽ ലൈഫിൽ ഈ ക്വീൻ ഓഫ് കപ്സ് വന്നിട്ട് പണി കൊടുത്തതാണോ അതോ നിങ്ങളുടെ പേഴ്സൺ ആണോ ക്വീൻ ഓഫ് കപ്സ്? ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. ഇത് കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പോൾ ഒരു ഇൻഡിസിഷൻ, പ്രയോറിറ്റൈസ് ചെയ്തില്ല, ആരോ ഒരാൾ പ്രയോറിറ്റൈസ് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു കർമ്മഫലമാണ് ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായപ്പോൾ, അത് മാരേജ് ആവാം, അല്ലാതിരിക്കാം. റിലേഷൻഷിപ്പ് ഉണ്ടായപ്പോൾ
ഈ പേഴ്സൺ പണത്തിൻ്റെ പുറകെ, അവർക്ക് പണമാണ് വേണ്ടത് എന്നും പറഞ്ഞ് പണത്തിൻ്റെ പുറകെ ഞാൻ കൂടുതൽ പണം അവർക്ക് കൊടുക്കും, കാറ്, വലിയ വീട്, എല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിനക്ക് സന്തോഷമില്ലാത്തത്, നിങ്ങൾ എൻ്റെ അടുത്തില്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയ ഒരാളാണ്, വളരെ അഗാധമായി സ്നേഹിച്ചിരുന്ന ഒരാൾ ഈ പേഴ്സണൽ ലൈഫിലുണ്ടായിരുന്നു. പക്ഷേ ഈ പേഴ്സണെ പ്രയോറിറ്റൈസ് ചെയ്യാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കർമ്മഫലം അനുഭവിച്ചു. മനസ്സിലായി? ഇനി ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളോട് ഇപ്പം എന്താണ് ഫീലിംഗ്. അപ്പം ഇങ്ങനെ ഒരാൾ ഇപ്പോൾ തിരിച്ചറിവായിട്ടുണ്ടാവും ഈ പേഴ്സണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ചിലർക്ക് അപ്പം തിരിച്ചറിവായിട്ടുണ്ടാവില്ല, അവൾ എന്നെ ഇട്ടിട്ട് പോയി, ഞാൻ എല്ലാം കൊടുത്തതാണ് അവൾക്ക് എന്ന് പറയുന്ന ചിലരില്ലേ. അപ്പോൾ നമ്മളുടെ സൈഡിൽ എന്താണ് തെറ്റെന്ന് അവർ ആലോചിക്കാറില്ല. അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സണ്? നിങ്ങളോട് കോണ്ടാക്ട് വെക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളോട് അത്ര പാഷനറ്റ് ആയിട്ടോ നിങ്ങളോട് അത്ര ആക്റ്റീവായിട്ടോ പെരുമാറുന്നില്ല. നിങ്ങളുമായിട്ട് കോൺസ്റ്റന്റ് കോണ്ടാക്ട് ഉള്ള ഒരാളാണ്. മനസ്സിലായോ? എപ്പോഴും സംസാരിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, വാട്സാപ്പിലും ഫേസ്ബുക്കിലും എവിടെ കോൾസ് വരുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു എയിം ഇല്ലാതെ പോകുന്ന ഒരാളാണ്. മനസ്സിലായോ? അത് അനുഭവം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം, മിക്കവാറും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും. അപ്പം നിങ്ങളോട് കോണ്ടാക്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ നിങ്ങളോട് കോൺസ്റ്റന്റ് കോണ്ടാക്ട് ഉണ്ട്. നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളോട് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് ഈ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ കൊണ്ടാണ്. ഇതുകൊണ്ടാണ് ഈ പേഴ്സണ് ഇപ്പോൾ ഒരു പ്രാരാബ്ധം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരാളാണ് റിലേഷൻഷിപ്പ്. അത് ആ പേഴ്സൺ അഗാധമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാള് നഷ്ടപ്പെട്ട ദുഃഖം കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഒരു എയിം ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പേഴ്സൺ ഒരു ലാക്ക് ഓഫ് ഡയറക്ഷൻ. നിങ്ങളെ ഈ പേഴ്സൺ ചൂസ് ചെയ്തിട്ടില്ല. നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. ഫ്യൂച്ചറിൽ ചിലപ്പം ആവാമായിരിക്കാം, ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തായിരിക്കാം. അത് ഈ സിറ്റുവേഷൻ്റെ എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും നിങ്ങളെ ഈ പേഴ്സണും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുമെന്ന് അറിയുന്നത്. മനസ്സിലാവുണ്ടോ? ഈ വേദന ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരാളാണ്. കർമ്മഫലമാണത്, അങ്ങനെയാണ്, ഇങ്ങനെ വിധിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളോട് കോൺസ്റ്റന്റ് കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളോട് ഈ പേഴ്സൺ ഇഷ്ടമുണ്ടെന്ന്. ഈ പേഴ്സൺ നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ സ്നേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിന് മിണ്ടാതിരിക്കുകയാണ് ഈ പേഴ്സൻ്റെ പണി. മനസ്സിലായി? ഇപ്പോൾ ഇനി ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് പോകണം എന്നൊക്കെയാണ് ഈ പേഴ്സൻ്റെ ചിന്ത. അപ്പോൾ നിങ്ങൾ കയറി ഇവിടെ സീരിയസ് ആയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ തോന്നലാണ് ഈ പേഴ്സണ് നിങ്ങളെ ഇഷ്ടമാണെന്ന്. ഈ പേഴ്സണ് ആരെങ്കിലും സപ്പോർട്ട് വേണം. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ കാണിക്കുന്നത് നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നതാണ്, അല്ലാണ്ട് ഈ പേഴ്സൺ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല. അപ്പോൾ അതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഏസ് ഓഫ് കപ്സ്. ഇതൊരു ബ്രാൻഡ് ന്യൂ ലവ് ഓഫറാണ്. നെഗറ്റീവ് അല്ല, 3 ഓഫ് കപ്സ് റിവേഴ്സ്, 3 ഓഫ് സ്വർഡ്സ് റിവേഴ്സ് ആണ്. പിന്നെ ഒരു സ്റ്റാറും കാണിക്കുന്നുണ്ട്. സ്റ്റാർ ഹോപ്പാണ്. അപ്പോൾ ഇവിടെ പക്ഷേ കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്ത് തന്നാൽ ഈ പേഴ്സണെ ട്രബിൾ ചെയ്യാണ്ട് ഈ പേഴ്സൻ്റെ കൂടെ നിൽക്കുക, ക്ഷമയോടെ നിൽക്കേണ്ടി വരും. പേഴ്സൻ്റെ കൂടെ നിന്ന് ഈ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം കൊണ്ട് ഈ പേഴ്സണെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ, അതാണ് ഇവിടെ ക്രോസ് റോഡ് എന്ന് പറഞ്ഞത്. നിങ്ങൾ ഈ പേഴ്സണോട് ചാടിക്കടിക്കാതെ, ഈ പേഴ്സൻ്റെ പാസ്റ്റ് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ക്ഷമയില്ലാതെ ഈ പേഴ്സണോട് പെരുമാറുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്നേഹം കൊണ്ട് ഈ പേഴ്സൻ്റെ ഹൃദയം മുറിഞ്ഞിരിക്കുകയാണ്. മനസ്സിലായോ? ചിലപ്പോൾ ബിട്രയലും അതെല്ലാം നടന്നിട്ടുണ്ടാവും പേഴ്സണ് വേണ്ടി. നമ്മൾ അറിയുന്നില്ല ഇത് എന്തുകൊണ്ടാണ്. ഓരോരുത്തരും നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ അപ്പം തന്നെ അവർ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ചിലർ മെസ്സേജ് കണ്ടാൽ ഉടനെ അതൊന്ന് വായിച്ചിട്ട് എന്താണ് ശരിക്കും മനസ്സിലാക്കാതെ റെസ്പോണ്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഷെടാ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഇതല്ലല്ലോ ഉദ്ദേശിച്ചത്, അബദ്ധമായി. ചിലർ അങ്ങനെയല്ല. അവർക്കൊരു മെസ്സേജ് തന്നു കഴിഞ്ഞാൽ അവർ നിങ്ങൾ എന്താണ് ശരിക്കും ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നവരെ അതൊന്ന് 2-3 പ്രാവശ്യം വായിക്കും, എന്നിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അങ്ങനെയുള്ളവർ റിലേഷൻഷിപ്പിനെ സീരിയസ് ആയിട്ട് കാണുന്നവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആളായിരിക്കണം നിങ്ങൾ. അവർ പറയുന്നത് ഫേസ് വാല്യൂയിൽ എടുക്കരുത്. അവർ നമ്മളുടെ മെസ്സേജസ് റെസ്പോണ്ട് ചെയ്യുന്നില്ല, കോൾ എടുക്കുന്നില്ല. ചില സിറ്റുവേഷനിൽ നമുക്ക് കോൾ എടുക്കാൻ പറ്റില്ല, എത്ര സീരിയസ് ആയ സിറ്റുവേഷൻ ആണെങ്കിലും. മനസ്സിലായി? എത്ര സീരിയസ് ആയ റിലേഷൻഷിപ്പ് ആണെങ്കിലും.
അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ പുഷ് ചെയ്യരുത്. എനിക്ക് കമ്മിറ്റ്മെൻറ്റ് വേണം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഫോൺ എടുക്കാൻ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ എന്നോട് പറയാത്ത, ആന ചേന എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ പേഴ്സണെ ട്രബിൾ ചെയ്താൽ ഈ പേഴ്സൺ നിങ്ങളെ ഇട്ടുകൊണ്ട് പോകും. അതിന് പകരം നിങ്ങളുടെ സ്നേഹം കൊണ്ട് ഈ പേഴ്സണെ വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ പേഴ്സൻ്റെ ആ മനസ്സിലെ ദുഃഖങ്ങൾ മാറ്റിയെടുക്കാൻ നിങ്ങൾ ഒരു സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുക. നിങ്ങളുടെ സെൽഫിഷ്നെസ് മാറ്റി വയ്ക്കുക. എനിക്ക് ഈ പേഴ്സണെ വേണം, അപ്പോൾ വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകണമെങ്കിൽ എനിക്ക് ഇപ്പം തന്നെ വേണം എന്ന് പറയാതെ ഫ്രീ ആയിട്ട് വിടുക. ഈ പേഴ്സൻ്റെ ദുഃഖങ്ങൾ അതങ്ങോട്ട് ജീവിച്ച് തീർക്കട്ടെ. അത് കഴിയുമ്പോൾ നിങ്ങൾ സ്നേഹമായിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേഴ്സൺ സ്റ്റാറാണ്. ഈ പേഴ്സണെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ്. അതുകൊണ്ടാണ് വഴിത്തിരിവിലാണ് ശരിയായിട്ടുള്ള വഴി ചൂസ് ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് കോൺടാക്ട് വയ്ക്കുന്നത് നിങ്ങൾക്കൊരു അൾട്ടീരിയർ മോട്ടീവ് ഉണ്ട്. അതുകൊണ്ടാണ് ഫോൾസ്നെസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉദ്ദേശം ഈ പേഴ്സണെ വിവാഹം കഴിക്കണം, ഇതാണ് നിങ്ങളുടെ ഉദ്ദേശം. പക്ഷേ ഈ പേഴ്സൺ നിങ്ങൾ അങ്ങനെ കാണുന്നില്ല. ഇപ്പോൾ ഈ പേഴ്സൺ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. എനിക്ക് ദുഃഖങ്ങൾ ഇറക്കി വയ്ക്കാനുള്ള ഒരു സിറ്റുവേഷൻ. നിങ്ങളെ ചീറ്റ് ചെയ്യല്ല. ഈ പേഴ്സൺ ഒരു അത്താണിയായിട്ടാണ്, ഒരു കച്ചിത്തുരുമ്പായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഫ്യൂച്ചറിൽ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് കുളമാക്കരുത്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വാരിയസ്, ലിബ്ര, ജെമിനി, അക്വാരിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വാരിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മൂൺ, ക്യാൻസർ, സാജിറ്റേറിയസ്, സ്ട്രോങ് സാജിറ്റേറിയസ് കാണുന്നുണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ലീബ്ര, വെർഗോ, പൈസസ്. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇതാണ് ഗ്രീൻ സെലക്ട് ചെയ്തൊരു റീഡിങ് കേട്ടോ. അപ്പോൾ ഇനി ബ്ലാക്ക് സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ ഓറക്കിൾ മെസ്സേജസൊക്കെ ഒന്ന് മാറ്റിയേക്കട്ടെ. അപ്പോൾ ബ്ലാക്ക് സെലക്ട് ചെയ്തവരുടെ സിറ്റുവേഷൻ എന്താണ്? ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളോടിത് പറയാത്തത്? ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാൻ അപ്പോൾ നിങ്ങൾക്കുള്ള ബ്ലാക്ക് സെലക്ട് ചെയ്തവർക്കുള്ള സ്പിരിച്വൽ ഓറക്കിൾ മെസ്സേജാണ്. താഴെ വീഴണേ വെച്ചാൽ ഇങ്ങനെ വീഴണം, മറിയനെ കാണിച്ച് താഴെ വീഴണേ. ഓക്കെ, താങ്ക് യു. ത്രിശൂലമാണ്. ത്രിശൂലം എന്ന് പറഞ്ഞാൽ പവർ ടു ബ്രേക്ക് ഫ്രീ ഫ്രം ഇല്യൂഷൻ ആൻഡ് ഈഗോ. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ കുറേ ധാരണകളുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് നിങ്ങൾക്ക് തെറ്റിദ്ധാരണകളുണ്ട്. അതുമല്ല, നിങ്ങൾക്ക് കുറേ ഈഗോ ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ ത്രിശൂലം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഭയങ്കര പവറാണ്. ശിവൻ്റെ ആയുധമാണ് ത്രിശൂലം. അപ്പോൾ ആ ത്രിശൂലം കൊണ്ടിട്ട് ആ പവർ നിങ്ങൾക്ക് ഉള്ള പവർ ഒരു നോളജ് സമ്പാദിക്കാനും അറിവ് സമ്പാദിക്കാനും നിങ്ങൾ യൂസ് ചെയ്യണം. അത് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഒരു ഉപ്പന അവിടെ വന്നിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉപ്പന മരണമാണെന്ന് പറയും ആൾക്കാർ. എനിക്ക് തോന്നാറില്ല. എനിക്ക് ഉപ്പന ഭയങ്കര ഇഷ്ടമാണ്. വലിയ പക്ഷിയാണ്. അപ്പോൾ ത്രിശൂലം. അപ്പോൾ ഇതാണ്, നിങ്ങൾക്ക് കുറേ പവേഴ്സ് ഉണ്ട്. ഈ പവർ എന്ന് നമ്മൾ പറയുമ്പോൾ സൂപ്പർ നാച്ചുറൽ, സൂപ്പർമാൻ അങ്ങനെയല്ല. ഓരോ മനുഷ്യനും പവറുണ്ട്. നമ്മൾ ഒരാൾ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കുന്ന ആളുടെ മുകളിൽ നമുക്കൊരു പവറുണ്ട്. അത് ചിലർ മിസ്യൂസ് ചെയ്യും. നമുക്ക് അങ്ങനെ ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമുക്ക് എളിമയാണ് തോന്നുന്നുണ്ട്. നമ്മളെ പോലെ ഒരാളെ അയാൾ സ്നേഹിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു എളിമ വരണം നമ്മൾക്ക്. മനസ്സിലായോ? അല്ലാതെ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അയാൾ ഞാൻ പറഞ്ഞാൽ എന്തും കേൾക്കും. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ആള് ഞാൻ പറഞ്ഞാൽ എന്തും കേൾക്കും. അതൊരു നമ്മളുടെ ഒരു ഗമയല്ല, ഈഗോ അല്ല. ആ പേഴ്സൺ അത് തോന്നുന്നുണ്ടല്ലോ നമ്മളോട്, അല്ലേ? അതിലാണ് നമ്മൾ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പവറുണ്ട്. ആരുടെയെങ്കിലും മുകളിൽ പവറുണ്ട്. നമ്മളൊരു ടിക്കറ്റ് കളക്ടർ ആണെങ്കിൽ
ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാരുടെ മേലിൽ പവറുണ്ട്. ബസ്സിലെ കണ്ടക്ടർ ആണെങ്കിൽ ടിക്കറ്റ് കൊടുക്കുന്നത് ഒരു പവറാണ്. ഡ്രൈവർ ആണെങ്കിൽ വണ്ടിയുടെ മുകളിൽ ഞാനാണ് തീരുമാനിക്കുന്നത് ബസ് എവിടെ നിർത്തണമെന്ന്. മനസ്സിലായി? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ശക്തിയുണ്ട് കേട്ടോ. അപ്പോൾ അത് പക്ഷേ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി മിസ്യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിനി നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക് ആയ ഭൗതികമായ ഒരു ഓറക്കിൾ മെസ്സേജ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ഈഗോ ഉള്ള ആരൊക്കെയോ ഉണ്ട് ഈ ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ എന്നാണ് തോന്നുന്നത്. ഈഗോ നല്ല കാര്യമാണ്. ഈഗോ ചീത്തയാണെന്ന് പറയുന്നത് നമ്മളാണ്. പക്ഷെ നമുക്കൊരു ഈഗോ വേണം, എന്നാലേ നമുക്ക് നമ്മളൊരു വിലയുള്ളൂ. പക്ഷെ ആ ഈഗോ നമ്മൾ മറ്റുള്ളവരുടെ മുകളിൽ വെക്കിട്ട് കയറാൻ യൂസ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് പണിയായിട്ട് വരുന്നത്. അപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഈഗോ നമുക്കുള്ളത് നല്ലതാണ് കേട്ടോ. ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ അതിനകത്ത് അഹങ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദേവിയോട് നമ്മളുടെ അഹങ്കാരം ദേവിയുടെ ഇന്ന ഭാഗമാണ് കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അഹങ്കാരം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഓവറായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അതല്ല. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്കൊരു അഹങ്കാരം വേണം, എന്നാലേ നമ്മളോട് തന്നെ നമുക്കൊരു വില തോന്നുള്ളൂ. മനസ്സിലായോ? പക്ഷെ അത് മറ്റുള്ളവരുടെ മേക്കിട്ട് കയറാനുള്ള അഹങ്കാരമാക്കി മാറ്റരുത്. കാട് വീഴുന്നല്ലോ പറയാതെ നിന്നുകൊണ്ടായിരിക്കും. സോറി, എനിക്കൊരു ഓറക്കിൾ മെസ്സേജ് തരണേ. ബ്ലാക്ക് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തരണേ. ബ്ലാക്ക് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തരണേ. ഡോക്ടർ, ചിലപ്പോൾ നിങ്ങൾ പ്രൊഫഷണൽ ഡോക്ടർ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുമായിരിക്കാം. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കായിരിക്കും എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഡോക്ടറെ കാണണോ വേണ്ടയോ എന്ന്. ഈ കാർഡ് പറയുന്നത് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സംശയമുണ്ടെങ്കിൽ നേരത്തെ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കതിന് പ്രതിവിധി ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറായിരിക്കാം, നിങ്ങൾ മറ്റുള്ളവരുടെ മുകളിൽ ഡോക്ടേഴ്സിന് പവർ ഉണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ വന്ന് ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് എന്തെങ്കിലും ജപ്പാനിൽ എന്താ പറയുക മനുഷ്യമാംസം കഴിക്കുന്ന ഒരു ബാക്ടീരിയ വന്നിട്ടുണ്ട്. അത് കേരളത്തിൽ വന്നാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഇതാണ് മിക്ക ഡോക്ടേഴ്സിൻ്റെ. ആൾക്കാരെ പേടിപ്പിക്കുകയാണ്. അവരുടെ വീഡിയോസിന് അവർ വ്യൂ കിട്ടാൻ വേണ്ടി ആൾക്കാരെ പേടിപ്പിക്കാൻ പാടില്ല അല്ലേ? ആൾക്കാർക്ക് ടെൻഷനാവും. നമ്മൾ ഗൂഗിളിൽ എനിക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ഒരു ബ്രെയിൻ ട്യൂമറാന്ന് പറയുന്നതാണ് ഗൂഗിൾ. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി ടെൻഷൻ അടിക്കാതെ ഒരു കൺസൾട്ടൻറ്റ് ചെയ്യുക ഡോക്ടറെ, നമുക്ക് വിശ്വാസമുള്ള ഡോക്ടറെ കേട്ടോ. പല തരത്തിലെ പ്രശ്നങ്ങൾ നടക്കുന്ന കാലമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് രോഗികളോട് വളരെ ക്ഷമയോടും ദയയോടും കരുണയോടും പെരുമാറണം എന്നൊരു മെസ്സേജും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു സർവീസാണ് ഡോക്ടേഴ്സിൻ്റെ. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് സിറ്റുവേഷൻ അല്ല, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി. അപ്പോൾ ബ്ലാക്ക് സെലക്ട് ചെയ്തവരുടെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി എന്താണ് ആദ്യം നോക്കുന്നത്. ബ്ലാക്ക് സെലക്ട് ചെയ്തവരുടെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി എന്താണ്? ഓക്കെ, ഇത് വലിച്ചെറിഞ്ഞതാണ്. എന്തായാലും നമുക്കിതങ്ങ് എടുക്കാം അല്ലേ. ഓവറോൾ എനർജി കാണിക്കുന്ന 10 ഓഫ് കപ്സ്. ഹാപ്പിനെസ് ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഡ്രീം വേൾഡിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ സ്നേഹിക്കുന്ന ആൾ ഞാനുമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കും, ഞങ്ങൾ അങ്ങനെയാവും ഇങ്ങനെയാവും എന്ന് ഡ്രീം ചെയ്യുന്ന ഒരാൾ. ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ ഈ പേഴ്സൺ ആരോടോ ഒരു അട്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആരെയോ ഇത്രയും ഇതായിട്ട് കാണുന്നുണ്ട്. ഒരു ക്വീൻ ഓഫ് വോൺസ് ആയിട്ട് കാണും. ക്വീൻ ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ വളരെ പാഷനറ്റ് ആയിട്ടുള്ള ഫിയറി ആയിട്ടുള്ള ഒരു എനർജിയാണ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തോന്നുന്ന, എന്നാൽ ഉള്ളിൽ പക്ഷേ ഈ പേഴ്സൺ അത് അറിയില്ല. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു എനർജിയാണ്. നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന, നന്നായിട്ട് സംസാരിക്കുന്ന, ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചില ഒച്ചയിൽ ചിരിക്കുന്ന, തമാശകൾ പറയുന്ന, മറ്റുള്ളവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ തക്കമായിട്ട് ഒച്ചയിൽ സംസാരിക്കുന്ന ഒരാളാണിത്. അപ്പോൾ ഈ പേഴ്സണ് പക്ഷേ ഒരു കോംപ്ലക്സ് ഉണ്ട്. ഈ പേഴ്സണ് ഈ ക്വീൻ ഓഫ് വോൺസിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ അവരെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഓവർ തിങ്കിങ് ആണ്. കാരണം ഈ പേഴ്സണ് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ള ധൈര്യമില്ല. ഈ പേഴ്സൺ ചിന്തിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നെ കളിയാക്കിയാലോ റിജക്റ്റ് ചെയ്താലോ എന്തൊക്കെയാവും. അപ്പോൾ ആ ഒരു ഓവർ തിങ്കിങ് ഈ പേഴ്സണൽ മനസ്സിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡിഫിക്കൽട്ട് ഡിസിഷനാണ്. ഈ പേഴ്സണ് പറയണോ വേണ്ടേ, അതുകൊണ്ട് തന്നെ ഉറക്കമില്ല. ഇത് നിങ്ങളാണെങ്കിൽ നിങ്ങളോടാണ് ഈ പേഴ്സണ് ഫീലിങ്സ്.
ഏരീസ് ലിയോ സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. ഭയങ്കര ടെൻഷനാണ് ഈ പേഴ്സണ് കേട്ടോ. അതാണ് നിങ്ങളുടെ ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി. അപ്പോൾ ഈ പവർ ഇവിടെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളാണ് ഈ പേഴ്സൺ എങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ മുകളിൽ ഒരു പവർ ഉണ്ട്. അതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതാണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി. ഇനി ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്? ഓവറോൾ എനർജി തന്നെ ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ കാണിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്നാലും. ഓക്കെ, പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്? ആ പേഴ്സൻ്റെ ഓവറോൾ എനർജി ശരിക്കും ഇതാണ്. സ്ട്രെസ്സാണ്, ഉറക്കമില്ല, പേടിയാണ്, എന്ത് പറയണോ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാൻ, ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല. ഈ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഈ ഇഷ്ടപ്പെടുന്ന ആളെക്കുറിച്ച് കൂടുതൽ അറിയാനാണ്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ആ പേഴ്സൺ പറയുന്നില്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത് നിങ്ങളായിരിക്കണം. നോക്കാം. ആ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ നിങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഈ പേഴ്സണ് സ്റ്റാൻഡ് എടുക്കാൻ ധൈര്യമില്ല. എന്ന് വെച്ചാൽ ഇമോഷണൽ ആവുന്നത്, വളരെ പ്രാക്ടിക്കലായ, ചിലപ്പോൾ വളരെ ഹൈ പൊസിഷനിലിരിക്കുന്ന ഒരാളായിരിക്കും, നോളജ് ഉള്ള ഒരാളാണ്, വളരെ വിവരമുള്ള ജ്ഞാനമുള്ള ഒരാളാണ്. പക്ഷേ സ്നേഹം വരുമ്പോഴേക്കും എല്ലാവരുടെ ജ്ഞാനമെല്ലാം പമ്പ കിടക്കും. എന്ന് വെച്ചാൽ മറ്റേയാളെ മനസ്സിലാക്കാനും പറ്റാറില്ല, അയാളോട് ധൈര്യമായിട്ട് 4 വാക്ക് വർത്താനം പറയാനും പറ്റില്ല. ചിലപ്പോൾ പബ്ലിക് സ്പീക്കറായിരിക്കും, പബ്ലിക്കിൽ നിന്നിട്ട് ഘോരം പ്രസംഗിക്കുന്ന ആൾ ഗേൾ ഫ്രണ്ടിൻ്റെയോ ബോയ് ഫ്രണ്ടിൻ്റെയോ മുമ്പിൽ എത്തുമ്പോഴത്തേക്കും വായടഞ്ഞു പോകും. മനസ്സിലായി? ഒരു വാക്ക് വായിന്ന് വരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഈ പേഴ്സണ്. ഇത് വളരെ ജ്ഞാനമുള്ള ആളാണ്. അപ്പോൾ കുറച്ചൊക്കെ ഇൻസെക്യൂരിറ്റി ഉണ്ട്, എന്ന് വെച്ചാൽ അറിവുണ്ട് പക്ഷേ ലുക്കില്ല എന്നൊരു ചിന്തയുള്ള ഒരാളായിരിക്കും ചിലപ്പോൾ. ക്വീൻ ഓഫ് കപ്സ്, അഗാധമായ സ്നേഹമാണ് നിങ്ങളോട്, ഭയങ്കര സ്നേഹമാണ്, തന്നെ അടിയറ വെക്കാൻ റെഡി ആയിട്ടുള്ള ഒരു സ്നേഹമാണ് ഈ പേഴ്സൻ്റെ കേട്ടോ. പക്ഷേ ധൈര്യമില്ല, അതാണ് ഇവിടെ ഒരു പ്രശ്നം. അപ്പോൾ ഇവിടെ ഒരു ഈ റീഡിങ്ങിൽ 3 ക്വീൻസിനെ കാണിക്കുന്നുണ്ട്. ഒരു ക്വീൻ ഓഫ് കപ്സും, ക്വീൻ ഓഫ് വോൺസും, ക്വീൻ ഓഫ് സ്വേർഡ്സും. ക്വീൻ ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ എടുത്തടിച്ച പോലെ മോമർത്താനം പറയുന്ന ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സൺ മറ്റുള്ളവരോട് ഭയങ്കര റൂഡായിട്ട് സംസാരിക്കും, നിങ്ങളോട് സംസാരിക്കാൻ ഒട്ടും ധൈര്യമില്ലാത്ത ഒരാളാണ്. മനസ്സിലാവുണ്ടോ? അങ്ങനത്തെ ഒരു ക്യാരക്ടർ അപ്പോൾ ആ പേഴ്സൻ്റെ തന്നെ 2 സ്വഭാവങ്ങളാണ്. ഒന്ന് വളരെ ഇമോഷണലാണ്, ഈ പേഴ്സൺ ഇതാണ് ശരിക്കും, പക്ഷെ റിവേഴ്സ് വന്നുകൊണ്ട് ഒന്നുമല്ലാതായിത്തീരുന്ന ക്വീൻ ഓഫ് കപ്സ് ആയിട്ട് മാറുന്ന ഒരു ക്യാരക്ടറാണ് ഈ പേഴ്സൺ കേട്ടോ. അപ്പോൾ അതാണ് ഈ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ. ഇനി ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് നമുക്ക് നോക്കാം. അൺകണ്ടീഷണൽ ലവ് കാണിക്കുന്നുണ്ട്, അത് നിങ്ങളോടാണോ എന്ന് നോക്കാം. ആണെന്നാണ് എൻ്റെ വിശ്വാസം ഇത് കണ്ടപ്പോൾ. സീക്രട്ടീവായിട്ട് ഉണ്ടാതിരിക്കുകയാണ്, ഇത് പോകുന്നതാണ് ഈ പേഴ്സൻ്റെ ചിന്ത. ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഒരു പ്ലെയർ എനർജി ആയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഭയങ്കര പാഷനറ്റ് ആണ്, ദേഷ്യം വരുന്ന ആളാണ്. പിന്നെ ഇതൊക്കെ പറയുമ്പോഴാണ് ഈ പേഴ്സൺ നിങ്ങൾ പബ്ലിക്കായിട്ട് ഈ പേഴ്സണ് ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ വന്ന് സംസാരിക്കുമ്പോൾ ചിലരുണ്ടല്ലോ നമ്മളോട് സ്നേഹം പറയും, പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് അങ്ങനെ ചെയ്യുന്നത്. ആണുങ്ങൾ വളരെ കുറവാണ്, അവർ കുറച്ചും കൂടെ. ഞാൻ എന്നും പറഞ്ഞിട്ട് പെൺകുട്ടികൾ എൻ്റെ മെക്കിട്ട് കയറാൻ വരണ്ട, ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ആൺപിള്ളേർ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ അവർ നമ്മളെ ചിരിച്ച് കളിയാക്കില്ല. ചിലരുണ്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യും, ഓ എനിക്ക് നിന്നോട് ഇഷ്ടമില്ല എന്ന് പറയും, എന്നാലും അവർ അവിടെ നിന്ന് കളിയാക്കില്ല. പെൺകുട്ടികൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണെങ്കിൽ വെറുതെ ജാട കാണിക്കും, ഇഷ്ടമാണെങ്കിൽ പോലും ഇഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ എന്ത് പറ്റുന്ന പറഞ്ഞാൽ വളരെ സ്നേഹമായിട്ട് വരുന്ന അവർ തന്നെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടായി വരുന്നത്. ഇത്രയും പെൺപിള്ളേരുടെ മുമ്പിലേക്ക് വന്നിട്ട് ഒരു പെൺകുട്ടിയെ വിളിച്ച് മാറ്റി നിർത്തി അവളെ ഇഷ്ടമാണെന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം എവിടെ നിന്ന് സംഭരിച്ചു എന്ന് അവർക്ക് തന്നെ അറിയില്ല. ആ ഒരു ധൈര്യത്തിൽ വന്ന ആ പെൺകുട്ടിയോട് പറയുമ്പോഴാണ് പിന്നെ വേറെ പണിയില്ല ഇത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞ് നാണം കെടുത്തും. അപ്പോൾ ആ ഒരു പേടി മിക്ക ആണുങ്ങളുടെയും മനസ്സിലുണ്ട്, നാണക്കേടായാലോ. മനസ്സിലായോ? പിന്നെ ചിലരുണ്ട് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് വരയ്ക്കുന്നത്, അത് പക്ഷേ അത് സീരിയസ് ആവണമെന്നില്ല. അത് കുറച്ച് ഫ്ലർട്ടിഷായ ആളുകളായിരിക്കും. സീരിയസ് ആയിട്ട് വരുന്നവർ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് വോൺസ് റിവേഴ്സ് ആണ്. അപ്പോൾ നിങ്ങളെ ഒത്തിരി ഒരു പ്ലെയർ എനർജി ആയിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത്. വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളെ കാണാൻ മോശമല്ലാത്ത ആളായതുകൊണ്ടും നിങ്ങൾ നന്നായിട്ട് സംസാരിക്കും, നിങ്ങളുടെ ചുറ്റും എപ്പോഴും ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പുറകെ നഷ്ടം പോലെ ആളുകളുണ്ട്, വലിയ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറാനായിട്ട് ഈ പേഴ്സണ് ധൈര്യമില്ല. അപ്പോൾ ആ പേഴ്സൺ വിചാരിക്കും നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് സാഡ്നെസ് ആണ് ഈ പേഴ്സണ്. കാരണം
ഈ കാര്യങ്ങൾ പറയണ്ട നിങ്ങളോട്. പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇപ്പം നിങ്ങൾ സംസാരിക്കുന്നതോ നോക്കി ചിരിക്കുന്നതോ അതുപോലും ഉണ്ടാവില്ല, വെറുതെ കുളമാവും. ഞാൻ ഒന്നുമല്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നില്ല എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അവസാനം എൻ്റെ കാരണം എന്താണ്, നിങ്ങൾ ഭയങ്കര പോപ്പുലറായ ഒരാളാണ്, അപ്പോൾ പറഞ്ഞാൽ പണി കിട്ടുമെന്ന് പേടിച്ചിട്ടാണ് ഈ പേഴ്സൺ പറയാത്തത് കേട്ടോ. അതിൻ്റെ ദുഃഖമുണ്ട് ഈ പേഴ്സണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? അപ്പം നിങ്ങൾ എന്താണ് ഈ സിറ്റുവേഷനിൽ ചെയ്യേണ്ടത്? കാർഡ് വീണു, യൂണിവേഴ്സിന് അറിയാം നിങ്ങളെ, കാർഡ് വീണാണ്ട് നിങ്ങൾ സമ്മതിക്കില്ല എന്നറിയാം, വെറുതെ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുന്ന ഒരു സ്വഭാവമുണ്ടോ? അത് അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്, പക്ഷെ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് വേറൊരു ടൈപ്പായിട്ടാണ്. എന്ന് വെച്ചാൽ വേറെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര ദയാലുവാണ്, ഞാൻ അങ്ങനെയാണ്, ആരെയും കളിയാക്കില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സ്വഭാവമുണ്ട്, മറ്റുള്ളവരെ കളിയാക്കുക, ഇടിച്ചു താഴ്ത്തുക. അത് നിങ്ങൾ വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ലായിരിക്കാം. നിങ്ങൾ നെർവസ് ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, മനസ്സിലായി? നമ്മൾ അറിയുന്നില്ല അത്. നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ചില സമയത്ത് നമ്മൾ നെർവസ് ആവും. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണില്ല, അപ്പം ആൾക്കാർ കമൻറ്റ് ഇടുമ്പോൾ അയ്യോ പാവം എന്നൊക്കെ പറഞ്ഞ് ഒരു പയ്യനും പെൺകുട്ടിയും കൂടെ നടന്നു പോകുന്നു. അപ്പോൾ പെട്ടെന്ന് പയ്യൻ മുമ്പിൽ നിന്നിട്ട് ഒരു സാധനത്തിൻ്റെ അടപ്പ് തുറന്നിട്ട് ഒരു റിങ് കാണിക്കുകയാണ്. അപ്പോൾ ഇവൾ ഓടിക്കളയും, കാരണം ഇവൾക്കറിയില്ല ഒരു പബ്ലിക് 4 പേരുടെ ഇടയിലാണ് ഇവളൊക്കെ എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല. സ്നേഹം വേറെ, നമ്മളെ നെർവസ്നെസ് വേറെ. ഒരു ക്യാമറ വന്നു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കുന്നവരാണ് മെജോറിറ്റി ആൾക്കാർ. അപ്പം നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ട, നമ്മൾ ഒന്നില്ലെങ്കിൽ സർപ്രൈസസ് ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും, ടെൻഷനായി പോകും, മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ഒരാളായിരിക്കാൻ വഴിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കുറയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലേർട്ട് ചെയ്യുന്നതായിരിക്കില്ല, എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന സമയത്ത്, പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്ക് തോന്നുക നിങ്ങൾ എല്ലാവരോടും ഒരുപോലെയാണ്. അപ്പോൾ എന്നോട് എന്താ പ്രത്യേകത? ഒന്നുമില്ല. അപ്പോൾ അത് കുറയ്ക്കുക. നിങ്ങൾ ചെന്ന് സംസാരിക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. പിന്നെ നിങ്ങളുടെ ഈ കളിയാക്കൽ നിർത്തുക, മനസ്സിലായോ? പിന്നെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വളരെ പതുക്കെ നിങ്ങൾ സ്ലോ ആയിട്ട് ഈ പേഴ്സണോട് കാര്യങ്ങൾ പറയാൻ നോക്കുക. ഇത് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നത്, ഏറ്റവും സ്ലോ ആയിട്ടുള്ള എനർജിയാണ്. അപ്പം നിങ്ങളുടെ പേസ്, നിങ്ങൾ ഭയങ്കര ഫാസ്റ്റ് പേസിലാണ്, ഈ പേഴ്സൺ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ ഒരാൾ ഫാസ്റ്റും ഒരാൾ സ്ലോ ആകുമ്പോൾ ഈ പേഴ്സൺ അവിടെ നിങ്ങളുടെ അടുത്ത് എത്തണ്ടേ, അതിന് കുറച്ച് സമയം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നിങ്ങൾ പതുക്കെ സ്ലോ ആക്കുക. നിങ്ങളുടെ ഈ വളരെ പാഷനറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ, നിങ്ങളുടെ ഭയങ്കര സ്പീഡായിട്ടുള്ള സംസാരം, ഇതെല്ലാം ഒന്ന് കുറച്ച് കൊണ്ടുവരിക. മറ്റുള്ളവരോടുള്ള ഫ്ലർട്ടിങ് ഇതെല്ലാം കുറച്ച് കൊണ്ടുവരിക. പതുക്കെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റും. പിന്നെ ഇടയ്ക്കൊക്കെ ഈ പേഴ്സണെ സംസാരിക്കുക. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, വേറൊരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ, ഇവിടെ ഈ കാർഡ് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ സംസാരം മാത്രമേ ഉള്ളൂ, പ്രവൃത്തി ഒന്നുമില്ല എന്നൊരു ചിന്ത പറയും. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ കാണുന്നത് നിങ്ങൾ പൊള്ളയായ വാക്കുകൾ യൂസ് ചെയ്യുന്ന ആളാണ്, അറ്റൻഷൻ സീക്കറാണ്, ഇങ്ങനെയൊക്കെ ഒരു ചിന്ത വരും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ഈ പേഴ്സണോട് സംസാരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ പേഴ്സണോട് സംസാരിക്കുമ്പോൾ കാര്യവിവരത്തോടെ സംസാരിക്കുക. തമാശയായിട്ടും എന്താ പറയുക, നിങ്ങൾക്ക് തമാശ എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഈ പേഴ്സണോട് പറയാതിരിക്കുക. പേഴ്സൺ വളരെ സീരിയസ് ആയ ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളോടുള്ള സ്നേഹം ഈ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയുള്ളൂ കേട്ടോ. അതിന് നിങ്ങൾ വഴി ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതാണ് നിങ്ങളുടെ ഗൈഡൻസ്. ഓക്കെ. അപ്പോൾ ഈ ഡോക്ടറെ കണ്ടത് ഡോക്ടറും പേഷ്യൻറ്റും പോലെ, നിങ്ങളാണ് ഇവിടെ ഡോക്ടർ, നിങ്ങൾക്കാണ് പവർ. ഈ പേഷ്യൻ്റെ നെർവ്സ് മനസ്സിലാക്കി നിങ്ങൾ പെരുമാറുക. ഈ പേഴ്സൺ എങ്ങനത്തെ ക്യാരക്ടറാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, മനസ്സിലായോ? പക്ഷേ ഈ പേഴ്സൺ എങ്ങനത്തെ, ചില ഡോക്ടേഴ്സിനെ നാടി പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മനസ്സിലാവും എന്നാണ് പറയുന്നത്. അതുപോലെ ആവണം നിങ്ങൾ. ഈ പേഴ്സണ് എന്താണ് സന്തോഷം, എന്താണ് ദുഃഖം, എങ്ങനെയാണ് ഈ പേഴ്സൻ്റെ പെരുമാറ്റം, ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ സംസാരിക്കുക. പേഴ്സണോട് നിങ്ങളിലൊരു ട്രസ്റ്റ് വളർത്തിയെടുക്കുക. എന്നാൽ ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. ഇതാണ് നിങ്ങളുടെ ഗൈഡൻസ്. Aquarius, Libra, Gemini, Taurus, Virgo, Capricorn. Aquarius, Libra, Gemini, Taurus, Virgo, Capricorn. Aries, Leo, Sagittarius, Scorpio, Cancer, Aquarius, Libra, Gemini, Virgo, Pisces, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Aquarius, Libra, Gemini,
ഏരിയസ് ലിയോ സാജിറ്റേറിയസ് ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ. ഈ പേഴ്സൺ ഒരു ഡ്രീമറാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളായിട്ട്. പക്ഷെ അത് അങ്ങോട്ട് എത്തണമെങ്കിൽ നിങ്ങളൊന്ന് പൊടിക്കൊന്ന് പുറകോട്ട് മാറുക. എന്ന് വെച്ചാൽ നിങ്ങളെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ അതാണ് നിങ്ങളുടെ റീഡിങ്. ഇനി ഞാൻ പോകാൻ പോകുന്നത് ബ്ലൂ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് കേട്ടോ. അപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് നമുക്ക് എടുക്കാം. ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാൻ? ഓം നമഃ ശിവായ. ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ഭഗവാനെ. എനിക്കൊരു കാർഡ് തരും പ്ലീസ്. എനിക്കൊരു കാർഡ് തരുന്നേ. ഒരു കാർഡ് നിങ്ങൾ ഇഷ്ടമുള്ളത്രയും കാർഡ് തന്നോളൂ. പക്ഷേ താഴെ വീഴണം കാർഡ് പ്ലീസ്. ചില സമയത്ത് അങ്ങനത്തെ ചില തോന്നുമെങ്കിൽ ഓഹോ കുറച്ച് കൂടി പോയില്ലേ. എന്നാലും കുഴപ്പമില്ല. ഇത് നിങ്ങൾ അറിയേണ്ടതാണ്. സീസ് ദ മൊമെൻറ്റ്, എക്സിക്യൂട്ട് യുവർ പ്ലാൻസ് ഫോർ സക്സസ്. ഇപ്പോഴാണ് നിങ്ങളുടെ ശരിയായ സമയം എന്നാണ് യൂണിവേഴ്സ്. ഇപ്പോൾ ഇത് പലരുടെ മെസ്സേജ് ആയിരിക്കാം. കുറേ പേര് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരേ കളർ സെലക്ട് ചെയ്ത പലരുടെ മെസ്സേജാണ്. ഒരാൾ എന്തോ ഒരു പ്ലാൻ ഇപ്പോൾ വേണ്ട പിന്നെ മതി എന്ന് വിചാരിക്കുന്ന ആ പ്ലാൻ ഇപ്പോൾ റൈറ്റ് ടൈമാണ്, അത് തുടങ്ങിക്കോളും. പിന്നെ ഉള്ളത് ഹെൽപ്പിംഗ് ഹാൻഡ്, റിവാർഡ്സ് ഫ്രം ശിവ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ സക്സസ്ഫുൾ ആകുമെന്നാണ് പറയുന്നത് ഇപ്പോൾ തുടങ്ങിയാൽ. പിന്നെ എംബ്രേസിങ് ദ റെലം ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. ഇത് ഭാര്യയും സോൾമേറ്റ് കണക്ഷൻ ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾ നിങ്ങളുടെ സോൾമേറ്റ് ആണ്. അപ്പോൾ ആ പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് അഡ്വൈസ് എടുക്കുക. മനസ്സിലായി? അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ആൾ നിങ്ങളുടെ സോൾമേറ്റ്. അപ്പോൾ നമ്മളുടെ കൂടെയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് എടുക്കുന്നതും അവരുടെ അടുത്ത് നിന്ന് അഡ്വൈസ് എടുക്കുന്നതിലും തെറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഗുണമേ വരുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് ഡെഡിക്കേഷൻ വേണം. ലോർഡ് ഹനുമാനാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥമായിട്ടും ശുദ്ധ മനസ്സോടും കൂടെ ചെയ്യണം. സത്യത്തോടും കൂടെ ചെയ്യാനാണ് പറയുന്നത്. പിന്നെയുള്ളത് എംബ്രേസ് പോസിറ്റീവ് ഔട്ട്ലുക്ക്. നമ്മൾ പ്രശ്നങ്ങളിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നമ്മൾ അതിൻ്റെ സൊല്യൂഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ഡിവൈൻ വിസ്ഡം, ലിസൺ ടു യുവർ ഇന്നർ വോയിസ്. നമ്മളുടെ ഉള്ളിലിരുന്ന് പറയുന്ന കാര്യങ്ങൾ, നമ്മളെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മിക്കവാറും നമ്മളത് അവോയ്ഡ് ചെയ്യും. എൻ്റെ തോന്നലാണ്. നിങ്ങൾ എന്തുകൊണ്ട് അത് തോന്നുന്നു? ആരാണ് നിങ്ങളെ തോന്നിപ്പിക്കുന്നത്? നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന തോന്നലല്ലാതെ നിങ്ങളുടെ മനസ്സിലിരുന്ന ആരോ നിങ്ങളെ തോന്നിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയുമാണ് ഇവിടെ ഓറക്കിൾ മെസ്സേജ് വന്നത്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് ആക്കിയിട്ട് ബാക്കി കാർഡ്സ് എടുക്കാം. കണ്ടോ കാർഡ്സ് വന്നുണ്ടോ? എത്ര എണ്ണം വേണമെന്നൊക്കെ. ചിലപ്പോൾ ദൈവത്തിന് ദേഷ്യം വന്നിട്ടുണ്ടാവും. ഇവളെ ഷാഡ്യം പിടിക്കുന്നത്, എന്നാൽ പിന്നെ കൊടുത്തേക്കാം ഇത്രയും. ഇതല്ല, പക്ഷെ ഇത് ആർക്കോ കേൾക്കേണ്ട മെസ്സേജസ് ആയിരുന്നു. അത് ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞാട്ടോ. ഇത് ആർക്കോ ശരിക്കും കേൾക്കേണ്ട മെസ്സേജസ് ആണത്. ഇനി അടുത്ത ഓറക്കിൾ കാർഡാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക് ആണ്. ആരാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, എന്താണ് സിറ്റുവേഷൻ, ഇതൊക്കെ കാണിക്കാനാണ്. ഓക്കെ, ഇതാണ് കോൺസ്റ്റൻസി. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ട് ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അത് തന്നെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതേ റിസൾട്ട് കിട്ടുക. നമ്മൾ അതിൽ എന്താ പറയുക, ഒരു ദിവസം 10 എണ്ണം ചെയ്തു, പിറ്റേ ദിവസം 8 എണ്ണം ചെയ്തെങ്കിൽ നമുക്ക് അതിൻ്റെ ആ റിസൾട്ട് 10 എണ്ണത്തിൻ്റെ റിസൾട്ടിന് അതുപോലെ കിട്ടില്ല. അപ്പോൾ
എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും കോൺസ്റ്റൻ്റ് ആയിട്ട് അതുപോലെ തന്നെ ചെയ്യുക, ഉഴപ്പരുത്. അതാണ് ഉദ്ദേശം. മനസ്സിലാണോ? കോൺസ്റ്റൻസി. അത് റിലേഷൻഷിപ്പിലാണെങ്കിലും എന്ന് വെച്ചാൽ ഏതൊരു ഐ ലവ് യു പറഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ല. ഇടയ്ക്കൊക്കെ സ്നേഹം കാണിക്കണം. നമ്മൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. അതാണത്. കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് മാത്രം. ഇന്ന് തന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയി ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇനി കൊണ്ടുപോകുള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു റുട്ടീൻ വെക്കുക. ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ കൂടി ഒരു സിനിമയ്ക്ക് പോവുക, ഫുഡ് കഴിക്കുക, ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ. അതപ്പോൾ അപ്പോൾ ആൾക്കാർക്കൊരു ഹോപ്പ് വരികയാണ്. ഇന്ന ദിവസം നമുക്ക് പോവാം. ചില സമയത്ത് നമുക്ക് അത് പറ്റാറില്ല. അപ്പോൾ അത് നമ്മൾ വേറെ ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഞാൻ വെറുതെ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് ജീവിക്കുന്നത്. എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞതാ. എനിക്ക് പറയാമല്ലോ, ഞാൻ ഇവിടെ ഇരുന്ന് പറയല്ലേ. ഓക്കെ, വെറുതെ പറഞ്ഞാൽ. ടെമ്പറൻസ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി. ഒരു ബാലൻസിലാണ് എല്ലാം പോകുന്നത്. ഒന്നിലും എക്സ്ട്രീമിലേക്ക് പോകാത്ത ആളാണ്. എന്ത് കാര്യത്തിനും ഒരു ലിമിറ്റിൽ ജീവിക്കുന്ന ഒരാളാണ്. ഒരു കാര്യം എക്സ്ട്രീമിലേക്ക് പോകില്ല. എന്ന് വെച്ചാൽ ഓവറായിട്ട് ചെയ്യാത്ത ഒരാളാണ്. ഇമോഷൻസ് ആണെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കലാണെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിലൊരു മിതത്വമുള്ള ഒരാളാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇതൊരു ഏഞ്ചൽ ഒരു കപ്പിൽ നിന്ന് വേറൊരു കപ്പിലേക്ക് വെള്ളം ചേർക്കണം എന്ന് വെച്ചാൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണിത്. അപ്പോൾ ഇതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ്. എന്തിലോ ഇൻവെസ്റ്റഡ് ആണ്. അപ്പോൾ ലീഗൽ എന്തോ കാര്യമാണ്. അപ്പോൾ ഇതൊരു മാരേജ് ആയിരിക്കാം. ജസ്റ്റിസ്, ലീഗലി മാരീഡ് ആയിരിക്കാം. ഇതിൽ ഈ പേഴ്സൺ ഇൻവെസ്റ്റഡ് ആണ്. എന്തോ ഒരു സിറ്റുവേഷനിൽ ഇൻവെസ്റ്റഡ് ആണ് ഈ പേഴ്സൺ. പക്ഷേ ഈ പേഴ്സൺ ഓവറായിട്ട് സന്തോഷം വന്നാലും ഒരു ലിമിറ്റ് വരെ കാണിക്കുകയുള്ളൂ, ലിമിറ്റിലേ കാണിക്കുകയുള്ളൂ. പൊട്ടിച്ചിരിയൊന്നുമില്ല. വളരെ മിതമായി ചിരിക്കുന്ന, മിതമായി സംസാരിക്കുന്ന, ദേഷ്യം വന്നാലും ഉള്ളിലൊതുക്കി 2 വാക്കിൽ പറയുന്നത് ഭയങ്കര ആപ്റ്റായിരിക്കും. 2 വാക്കിൽ ചുരുക്കി പറയുന്ന ഒരാൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇവിടെ കാണിക്കുന്നത്. ഇൻവെസ്റ്റഡ് ആണ്. ഈ മാരേജിലോ ഈ സിറ്റുവേഷനിലോ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു ലോ ആൻഡ് ഓർഡറിൻ്റെ ഓഫീസിൽ കോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. ജസ്റ്റിസ് അതാണ് കാണിക്കുന്നത്. ജസ്റ്റിസ് എന്നാൽ ന്യായം, ന്യായവിധി, അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും. വേറൊരു കാര്യം ഞാൻ ഈ കാർഡ് നോക്കിയപ്പോൾ കണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറ്റ്സ് രണ്ടും, ഒരെണ്ണം ബ്ലാക്കും ഒരെണ്ണം വൈറ്റും. അപ്പോൾ ഈ പേഴ്സൺ ഒരു കാര്യത്തിൽ ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്, ഈ പേഴ്സൺ വേർതിരിവ് കാണുന്ന ഒരാളാണ്. വെച്ചാൽ ശരിയായ സത്യം അല്ലെങ്കിൽ നുണ, ഇതിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് ഈ പേഴ്സൺ കേട്ടോ. എന്ന് വെച്ചാൽ ശരി തെറ്റ്. അപ്പോൾ കുറച്ച് കടുംപിടുത്തമുള്ള, വളരെ ഒരു സ്റ്റേൺ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതിൽ അടിയുറച്ച് നിൽക്കുന്ന ആളാണ്. അപ്പോൾ കുറച്ച് സീരിയസ് ആയ ഒരു ക്യാരക്ടറാണെന്ന് സാരം. മനസ്സിലാവുണ്ടോ? അപ്പോൾ സൂക്ഷിക്കണം ഈ പേഴ്സണെ. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തു എന്നത് മാത്രം, അത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രമേ നോക്കുള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഈ പേഴ്സണോട് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. അവിടെ അതാണ് പ്രശ്നം. ഓൾറൈറ്റ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? കാർഡ്സ് വീണു, എടുക്കേണ്ടി വന്നില്ല. ടവർ റിവേഴ്സ്, ജഡ്ജ്മെൻറ്റ് റിവേഴ്സ്, 6 ഓഫ് സ്വർഡ്സ് റിവേഴ്സ്. ഈ പേഴ്സൺ ഒബ്വിയസ്ലി നമ്മളിത് കണ്ടല്ലോ, കടുംപിടുത്തമുള്ള ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സൺ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യും. ഈ സിറ്റുവേഷൻ ഇങ്ങനെ പോട്ടെ, ഞാൻ ഇങ്ങനെ നിൽക്കുകയുള്ളൂ, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, എനിക്കിതിനപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കടുംപിടുത്തമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ടവർ, ഇത് രണ്ടും ചേഞ്ചിൻ്റെ കാർഡ്. ഒരെണ്ണം സിറ്റുവേഷനിൽ നിന്ന് മുമ്പോട്ട് പോവുക, സോൾവ് ചെയ്ത് മുമ്പോട്ട് പോവുക, അപ്പം ചെയ്യില്ല. ടവറും അങ്ങനെ തന്നെയാണ്. ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് തകർന്നടിയുക, എന്നിട്ട് പുതിയൊരു തുടക്കം. ഇത് രണ്ടും ചേഞ്ചിൻ്റെ കാർഡാണ്. ഈ പേഴ്സൺ ചേഞ്ച് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും. അപ്പോൾ അൺകംഫർട്ടബിൾ ആണെങ്കിലും ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ പേഴ്സണ് ചേഞ്ച് പേടിയാണ്. ചിലർക്ക് ചേഞ്ച് പേടിയാണ്. പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ,
മനസ്സിലായി. പഴമയെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. പഴയ ഫ്രണ്ട്സ്, എനിക്ക് അവരെ ഭയങ്കര വിശ്വാസമാണ്. കാരണം എനിക്ക് അവരെ 10 വർഷമായിട്ട് അറിയാം. അപ്പോൾ അവരുടെ ശരി നല്ല സ്വഭാവം ചീത്ത സ്വഭാവമൊക്കെ എനിക്കറിയാം. പഴയ ഡ്രസ്സ് അത് ഇട്ടിട്ട് കംഫർട്ടബിളാണ്. എനിക്കും ഉണ്ട് അങ്ങനെ 2-3 ഡ്രസ്സ്. പക്ഷേ ഞാൻ പഴമ ഇങ്ങനത്തെ എത്ര ഇതില്ല, എനിക്ക് ചേഞ്ച് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, അപ്പോൾ ചിലർ പഴയ ഡ്രസ്സ് വർഷങ്ങൾ പഴക്കം ഉണ്ടാവും, എന്നാലും ഇപ്പോഴും ഇടാൻ ഇഷ്ടപ്പെടുന്ന കുറേ ഡ്രസ്സുകൾ ഉണ്ടാവും നമ്മുടെ അടുത്ത്. ഷർട്ടാണെങ്കിലും പാൻറ്റാണെങ്കിലും ഭയങ്കര കംഫർട്ടബിളാണ് അതിലിപ്പോൾ. മനസ്സിലായി. അങ്ങനത്തെ ഒരു ആളാണ്. അപ്പോൾ അത് സ്വഭാവത്തിലും ആൾക്കാരിലും എല്ലാ കാര്യങ്ങളിലും ഈ ഒരു ചേഞ്ച്, പഴയ കാര്യം ആഗ്രഹിക്കുന്ന ഒരാളാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണ്. ഇതിനൊരു പോസിറ്റീവ് സൈഡ്, ഈ പേഴ്സൺ റിലേഷൻഷിപ്പിലും അതുപോലെ തന്നെ ആയിരിക്കും. ഒരെണ്ണം വിട്ടിട്ട് വേറൊരെണ്ണത്തിലേക്ക് പോകുന്നത് വളരെ കുറവായിരിക്കും. ഫൈനലി ജഡ്ജ്മെൻറ്റ് കാർഡാണ്. അപ്പോൾ പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യും തന്നെ. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ പേഴ്സൻ്റെ ഈ സ്വഭാവമൊന്നും ഈ പേഴ്സൺ ഇഷ്ടമല്ല, പക്ഷേ എനിക്കതിൽ വ്യത്യാസം വരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ ഇങ്ങനെയാണ് ജനിച്ചേക്കുന്നത്, ഈ പേഴ്സൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൻ്റെ സ്വഭാവം ശരിക്കറിയാം, എനിക്ക് എൻ്റെ സ്വഭാവം ഇഷ്ടമല്ല എന്ന് ഈ പേഴ്സൺ പറയുമെങ്കിലും എനിക്കിത് മാറ്റാൻ പറ്റില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതാണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി. അപ്പോൾ സ്വന്തം സ്വഭാവം ഇഷ്ടമില്ലാത്ത ഒരാൾ, പക്ഷേ ആ സ്വഭാവത്തിൻ്റെ കൂടെ ആ സ്വഭാവം മാറ്റാൻ പറ്റാത്ത ഒരാളാണ്. ഒരു വലിയൊരു സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ് ഈ പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സൺ അത് വീഴാനുള്ള കാർഡ്സ് ആയിരുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഇനി വരും. അപ്പോൾ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നമുക്കൊരു 4 കാർഡ് എടുത്ത് നോക്കാം. ഹൈ പ്രീസസ് 3 റീഡിങ്ങിലും വന്നു. ജ്ഞാനം, എല്ലാം ഇത് അറിവുള്ള ആളുകളാണ്. മാജിഷ്യനാണ്. മാജിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളും നടത്തിയെടുക്കാൻ കഴിവുള്ള ആളാണ് മാജിഷ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് മാനിപ്പുലേഷനും കൂടെ ഉണ്ടാവും. മജിഷ്യൻസ് നമ്മൾ കൺകെട്ട് വിദ്യക്കാരാണ്. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് നമ്മളെ മീൻസ് നമ്മളെ വിശ്വസിപ്പിക്കുന്ന ആൾക്കാരാണ് മജിഷ്യൻസ്. അപ്പോൾ മജിഷ്യൻ എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിക്കുക. കുറച്ച് കള്ളത്തരമുള്ള ആൾക്കാരായിരിക്കും. പിന്നെ എല്ലാം ഒരു പുകപടലം പോലെ ആയിരിക്കും. മിറാജ് എന്ന് നമ്മൾ പറയും. ആ സാധനം നടത്തുന്ന ആളാണ്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ സിറ്റുവേഷൻ, ഈ പേഴ്സണ് നല്ല അറിവുണ്ട്. ചിലപ്പോൾ ആ അറിവ് മിസ്യൂസ് ചെയ്യുന്നുണ്ടാവാം മറ്റുള്ളവരുടെ മുകളിൽ പവർ കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുണ്ടോ? ചിലർ അങ്ങനെ ചെയ്യുമല്ലോ. പിന്നെ 3 ഓഫ് വാൻഡ്സ്, ഈ പേഴ്സൺ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതിന്. അതുപോലെ ഇപ്പോൾ ഈ പേഴ്സണിൻ്റെ സിറ്റുവേഷൻ, ഈ പേഴ്സൺ എന്തോ ഒരു സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇമോഷണലി ഭയങ്കര ഇമ്മെച്ചുവേർഡായിട്ടാണ്. വളരെ മെച്ചുവേർഡായ ആളാണ്. സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന സത്യം, അതാണ് വേറൊരു വ്യത്യാസം. മനസ്സിലായോ? നിങ്ങളുടെ സത്യം എൻ്റെ സത്യത്തിൽ നിന്ന് വ്യത്യാസമാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന സത്യത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ അതിനിടയിൽ സത്യത്തിൻ്റെ ആക്കത്തിൽ വരും. അവിടേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഈ പേഴ്സൺ സത്യത്തിൽ വിശ്വസിക്കുന്നു. പിന്നെ അത് വ്യത്യാസം ആ പേഴ്സൻ്റെ ഓവറോൾ എനർജി അല്ല, കറണ്ട് സിറ്റുവേഷൻ ഇതാണ്. ഓവറോൾ എനർജി കറണ്ട് സിറ്റുവേഷൻ. അപ്പം നമ്മൾ നോക്കേണ്ടത് നിങ്ങളോടുള്ള ഫീലിങ്സ് അല്ലേ? അതെ. പക്ഷെ ഞാനിത് ഇമോഷണൽ സിറ്റുവേഷൻ ആയിട്ട് പറഞ്ഞതുകൊണ്ട്, ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പോവാം. കാരണം അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാർഡ്സ് വരണമായിരുന്നു ഇവിടെ. ഇത് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ്. അടുത്തത് ചോദ്യം നമുക്ക് ചോദിക്കേണ്ടത് ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആണ്. അതല്ലെങ്കിൽ അങ്ങനെ വരേണ്ട കാര്യമില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് മാനിപ്പുലേഷൻ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. മനസ്സിലാവുന്നത്? ഇതെല്ലാം ഈ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആണ്. നമ്മൾ ഫീലിങ്സിലേക്ക് അടുത്ത കാർഡ് എടുക്കാം. ഇത് മൊത്തത്തിൽ ഈ പേഴ്സൻ്റെ ഇതാണ്. അപ്പോൾ ഈ പേഴ്സൺ ചേഞ്ച് ആഗ്രഹിക്കാത്ത ആളാണ്. വളരെ ജ്ഞാനമുള്ള ആളാണ്. ജ്ഞാനം മാനിപ്പുലേറ്റ് ചെയ്യാൻ കുറച്ച് യൂസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ പ്രോഗ്രസ് വേണം, ഇതിൽ നിന്ന് വ്യത്യാസങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. പക്ഷേ ഇമോഷണലി, അപ്പോൾ ഈ പേഴ്സൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാട് ഓടുമ്പോൾ നടുവേ ഓടാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. എന്നുവെച്ചാൽ നാട് ഓടുമ്പോൾ നടുവേ ഓടിയാലേ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. ഈ പേഴ്സൺ പ്രോഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൻ്റെ പഴയ ചിന്താഗതിയും ഈ പേഴ്സൻ്റെ ചില കടുംപിടുത്തങ്ങളും കാരണം ഈ പേഴ്സണ് ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്താൻ പറ്റുന്നില്ല. മനസ്സിലാവണ്ടോ? ഒരു പ്രോഗ്രസ് ഇല്ല ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ. അതാണ് ഈ പേഴ്സൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഭയങ്കര ഇമോഷണലി ഭയങ്കര ഇമ്മെച്ചുവേർഡ് ആയിട്ടിരിക്കുകയാണ് ഈ പേഴ്സൺ.
അപ്പോൾ പുറമേ കാണിക്കുന്ന പോലെയല്ല, അത്ര മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാളാണ്. വളരെ ജ്ഞാനമുള്ള, വളരെ വിദ്യാഭ്യാസമുള്ള, വളരെ അറിവുള്ള ആളാണ്. പക്ഷേ ഇപ്പോഴത്തെ എനർജി വളരെ ഇമ്മച്യൂർഡാണ്. ഈ പേഴ്സൺ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഈ പേഴ്സണ് പറ്റുന്നില്ല. ഇതാണ് ഈ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ. ഇനി നിങ്ങളോടുള്ള ഫീലിങ്സ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൻ്റെ പുറകെയാണ് പോയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ കോൺസ്റ്റൻസി വന്നേക്കുന്നത്. അപ്പം നിങ്ങൾ 2 ദിവസം ഈ പേഴ്സണെ നിങ്ങൾ മാറ്റാൻ നോക്കുന്നുണ്ട്, മനസ്സിലാവുണ്ടോ? ഈ പേഴ്സൺ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഈ പേഴ്സൺ ഇങ്ങനെ ജനിച്ചതുകൊണ്ട് ഈ പേഴ്സൺ മാറാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങൾ ഈ പേഴ്സണെ മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ റെഗുലർ ആയിട്ട് ഈ പേഴ്സണെ മാറ്റാൻ നോക്കുന്നുണ്ട്, അത് നിങ്ങൾ തമ്മിലൊരു പ്രശ്നമായിട്ട് മാറുമോ? അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. ഇത് ഈ പേഴ്സൺ ഒരു ബേർഡൻ ആയിട്ട് മാറുന്നുണ്ട്, എല്ലാം റിവേഴ്സ് അല്ല. പക്ഷെ നിങ്ങളോട് റിവേഴ്സിൽ പോകും. നിങ്ങളെ പേഴ്സൺ ഇഷ്ടമാണ് കേട്ടോ. ക്വീൻ ഓഫ് പെന്റക്കിൾസ്. നിങ്ങൾ ഭയങ്കര മെച്യൂർഡ് ആയ ഒരാളാണ്, നിങ്ങൾ ഭയങ്കര കേപ്പബിൾ ആണെന്ന് ഈ പേഴ്സൺ അറിയാം. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെയും നിങ്ങളുടെ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. നിങ്ങൾ ചിലപ്പോൾ ഒരു ബിസിനസ് വുമൺ ആയിരിക്കാം, ചിലപ്പോൾ ഹസ്ബൻഡ് ഇല്ലായിരിക്കാം, നിങ്ങളായിരിക്കാം ഈ വീട് നടത്തിക്കൊണ്ട് പോകുന്നത്. നിങ്ങളുടെ ഫാമിലിയല്ല, ഒറ്റയ്ക്കാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്, വളരെ കാര്യപ്രാപ്തിയോടെ ചെയ്യുന്നുണ്ട്. ആ ഒരു അറിവ് നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ ഉണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പം നിങ്ങളോട് ഈ പേഴ്സണ് ദേഷ്യമൊന്നുമില്ല. ഈ പേഴ്സണിൻ്റെ ഉള്ളിലാണ് ഈ സ്ട്രഗിൾ നടക്കുന്നത്. അപ്പം നിങ്ങൾ ഈ പേഴ്സൺ ഇങ്ങനെയാണ് കാണുന്നത്, വളരെ മദർലി ആയ. അപ്പം നിങ്ങൾ പറയുന്നത് ഈ പേഴ്സണെ ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു തെറ്റായിട്ട് ഈ പേഴ്സണ് തോന്നുന്നില്ല. അത് നിങ്ങളുടെ ഭാഗ്യം, ഈ പേഴ്സണിൻ്റെയും ഭാഗ്യം. അപ്പോൾ ഈ പേഴ്സൺ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഇമോഷണലിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി, ചില സമയത്ത് ഇതൊരു ബേർഡൻ ആയിട്ട് തോന്നാറുണ്ട്. നിങ്ങൾ ഈ പേഴ്സൺ അഡ്വൈസ് ചെയ്യുമ്പോൾ എപ്പോൾ കണ്ടാലും നിങ്ങൾ ആ മാറും, അങ്ങനെ ഇങ്ങനെ ഒരു പുതിയ ഷർട്ട് എടുക്കുക, അല്ലെങ്കിൽ പുതിയ ഇത് മേടിക്കുക, പുതിയത് അത് മേടിക്കുക, പുതിയ കാര്യം, പുതിയൊരു വണ്ടി എടുക്കൂ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ ഈ പേഴ്സൺ ഈ കടുപ്പെടുത്തുള്ള ഒരു ആൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട്. പക്ഷേ നിങ്ങളോടുള്ള റെസ്പെക്റ്റ് കൊണ്ടും നിങ്ങളുടെ ഒരു അട്രാക്ഷൻ ഉണ്ട് ഈ പേഴ്സണ്, അതുകൊണ്ട് മാത്രമാണ് ഈ പേഴ്സൺ നിങ്ങൾ തിരിച്ചൊന്നും പറയാത്തതും. പക്ഷെ എന്നാലും ഈ പേഴ്സൺ റിലേഷൻഷിപ്പിൽ നിന്ന് പോകില്ല. നിങ്ങൾ ഭയങ്കര കാര്യമാണ് പേഴ്സൺ കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ എന്നാലും ഇത് തന്നെ ചെയ്യുള്ളൂ. ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നായിരിക്കും എക്സ്ക്യൂസ്. ഇപ്പം നിങ്ങളോട് ഒന്നും പറയാറില്ല. അപ്പോൾ ഈ പേഴ്സൺ എന്താ പറയുക, ഇതൊരു ബേർഡൻ ആയിട്ട് കുറേ നാളുണ്ടായിരുന്നു. എന്തൊരു ശല്യമാണ്, ഇവർ എപ്പോൾ കണ്ടാലും ഇത് തന്നെയാണല്ലോ പറയുന്ന എന്തൊരു ചിന്ത ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ മാറി. ഇപ്പം അതൊരു ആ പേഴ്സൺ ഓക്കെ, നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ പറയുന്നത്, ഞാനും അത് പരിശ്രമിക്കണം, എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്നൊരു ചിന്ത ആ പേഴ്സൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ റിലേഷൻഷിപ്പിൽ നിന്ന് പോവില്ല. നിങ്ങളോട് ഭയങ്കര ഒരു റെസ്പെക്റ്റ് ഉണ്ട്, ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നുണ്ട്, അതിലും ഒരു സന്തോഷം ഈ പേഴ്സൺ ഉണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? അപ്പം നിങ്ങൾക്ക് ഈ പേഴ്സണോട് സ്നേഹമുണ്ട്, ഈ പേഴ്സൺ നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇവിടെ ഈ പേഴ്സണ് റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങളോട്, അതാണ് ഇവിടെ കാണിക്കുന്നത്. സ്നേഹം, ഏസ് ഓഫ് കപ്സ് ഒന്നും നമ്മൾ കണ്ടില്ല. നോക്കാം, ഗൈഡൻസ് ആണ് ഇപ്പം നോക്കിയാൽ പോയത്. ഇത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. നൈറ്റ് ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് കപ്സ്. ചിലപ്പോൾ നമ്മളല്ലേ ഈ ഉറങ്ങിക്കിടക്കുന്ന, ഇംഗ്ലീഷിലാണ് പറയുന്നത് ലെറ്റ് ദ സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ എന്ന് പറയും. എന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന പട്ടിയെ ചവിട്ടി എഴുന്നേൽപ്പിക്കരുതെന്ന് പറയും. ചില കാര്യങ്ങൾ പോണത് പോലെ പൊക്കോട്ടെ, നമ്മളായിട്ട് അതിൽ വ്യത്യാസങ്ങൾ വരുത്താൻ നോക്കണ്ട. കാരണം നമ്മൾ ചിലപ്പോൾ ഈ പോകുന്നതായിരിക്കും, അതുപോലെ പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ വ്യത്യാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇവിടെ ഒരു പ്ലെയർ എനർജി ആയിട്ട് ഈ പേഴ്സൺ മാറും. കാരണം നമ്മൾ ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യോ ഡ്രസ്സ് ചെയ്യാൻ പോലും അറിയില്ലായിരുന്നു, ഞാനാണ് ഡ്രസ്സിങ് ഒക്കെ പഠിപ്പിച്ചത്, അത് കഴിഞ്ഞ് പോപ്പുലർ ആയപ്പോൾ കണ്ടില്ലേ എന്നെ ഉപേക്ഷിച്ച് വേറെ എടുത്തിട്ട് പുറകെ പോയില്ല, വേറെ എടുത്തിട്ട് പുറകെ പോയി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു തലവേദന നിങ്ങളുടെ തലയിലും വരാൻ വേണ്ടി ഈ പേഴ്സൺ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, മനസ്സിലായോ? ഈ പേഴ്സണ് തോന്നുന്നുണ്ട്, ഈ പേഴ്സൺ തോന്നിയിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്ത് മാറ്റാൻ നിൽക്കരുത് ആൾക്കാരെ. അതൊക്കെ വരാനുള്ള പോലെ വരണം. ഈ പറയുന്നത് നെഗറ്റീവാണ് ഞാൻ, എന്നാലും നിങ്ങളോട് പറയുന്നത് സീക്രട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങളുടെ ഇതിൽ നിന്ന് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ള ലുക്കിൽ നിന്ന് മാറ്റി നിങ്ങൾ അടിപൊളിയാണ്. കാരണം കാണാൻ മോശമില്ലാത്ത ആളായിരിക്കും, പെണ്ണായാലും ആണായാലും. നമ്മൾ തന്നെ നമ്മളുടെ കുഴി വെട്ടരുത്, കഞ്ഞിയിൽ പാറ്റയിടരുത്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഫ്യൂച്ചറിൽ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ഈ പേഴ്സൺ മാറ്റി ഒരു ദിവസം നിങ്ങൾ വരുമ്പോൾ അടിപൊളിയായിട്ട് ഒരാൾ കയറി വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയില്ല ഈ പേഴ്സണെ, പെണ്ണായാലും ആണായാലും. അപ്പോൾ എന്നോട് ഓഫീസിലെയോ പരിസരത്തുള്ള ആൾക്കാരെല്ലാം ചുറ്റും കൂടുകയാണ്,
മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊരു പ്ലെയർ എനർജി ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വേണ്ട. അത് പിന്നെ നിങ്ങൾ ഈ പേഴ്സൻ്റെ പുറകെ നടക്കേണ്ടി വരും. മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് വേണ്ട, അതൊരു തലവേദനയായിട്ട് മാറും നിങ്ങൾക്ക്. അപ്പോൾ പോണത് പോലെ പൊക്കോട്ടെ. ഈ പേഴ്സൺ ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ലത്. നിങ്ങളായിട്ട് അത് ചെയ്യണ്ടെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ സ്നേഹത്തിൻ്റെ കാര്യമൊന്നും കാണിക്കുന്നില്ല, നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ട് ഈ പേഴ്സണ് കേട്ടോ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഈ പേഴ്സൺ. ഏജ് ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ തമ്മിൽ. ഈ പേഴ്സൺ കുറച്ച് യങ്ങറും നിങ്ങൾ കുറച്ച് എൽഡർലിയും ആയിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവാതിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ പേഴ്സൺ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ടെങ്കിലും അറ്റൻഷൻ നിങ്ങളോടൊരു എന്താ പറയുക ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിലും ഈ പേഴ്സൺ നിങ്ങളെ വേറൊരു തരത്തിൽ കാണുന്നില്ല. മനസ്സിലാണ്ടോ? അതാണ് ഇവിടെ. അപ്പോൾ ചിലപ്പോൾ ഒരു അമ്മ ഉപദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ അച്ഛൻ ഉപദേശിക്കുന്ന പോലെയൊക്കെ ആയിരിക്കും ഈ പേഴ്സണ് തോന്നുന്നത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഈ പേഴ്സൺ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന് നിങ്ങളുടെ മനസ്സിലാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ സമയം കൊടുക്കുക. മനസ്സിലായോ? ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, നിങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ പോട്ടെ. കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരുമായിരിക്കും, ഞാനത് നോക്കുന്നില്ല. ഇതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇതാണ് അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, വെർഗോ, പൈസസ്, സ്കോർപ്പിയോ, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Libra, Sagittarius. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇനി വേറൊരു റീഡിങ്ങുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം ഒക്കെ ഉണ്ടാവട്ടെ കേട്ടോ. വേറൊരു റീഡിങ്ങുമായിട്ട് വരാം. ബൈ ബൈ.